തേന്മാവിൻ കൊമ്പത്ത് നാളെ മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ഹലോ മാഡം, എങ്ങോട്ടാ? മാഡത്തെ കാണണമെങ്കിൽ അവരുടെ ക്യാബിനിലേക്കല്ലേ പോണ്ടേ? അതറിയാം, ചുമ്മാ അങ്ങനെ കയറി പോകാൻ പറ്റില്ല. എന്താ കാര്യം അത് പറ, ഞാൻ മാഡത്തോട് പെർമിഷൻ ചോദിക്കാം. ആൽത്തറ ദേവീക്ഷേത്രത്തിലെ സുമംഗലി പൂജയ്ക്ക് ക്ഷണിക്കാനാ. ശരി, ഞാൻ മാഡത്തോടൊന്ന് പറയട്ടെ. ചാരു എന്തിനാണാവോ ശ്രേയ അമ്പലത്തിലേക്ക് വിളിക്കാൻ പറഞ്ഞത്? ഇനി അതിന്റെ പേരിൽ അടുത്ത പ്രശ്നം ഉണ്ടാവോ? മാഡം, ആൽത്തറ ദേവീക്ഷേത്രത്തിൽ നിന്ന് 2 സ്ത്രീകൾ മാഡത്തെ കാണാൻ വന്നിട്ടുണ്ട്. ഓക്കെ, വരാൻ പറ. ഓക്കെ മാഡം, നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, വാ ചേച്ചി. നമസ്കാരം മാഡം. നമസ്കാരം. ആര്? എന്നെ മനസ്സിലായില്ലേ? ഞാൻ അമൃത, മാഡത്തിന്റെ ഫാദർ ഇൻ ലോ ബാലമാഷിന്റെ അനിയന്റെ മകളാ. കല്യാണം കഴിഞ്ഞും വീട്ടിൽ വന്ന് കയറുമ്പോഴൊക്കെ ഞാനും ഉണ്ടായിരുന്നല്ലോ. എന്താ വന്ന കാര്യം പറ. ആൽത്തറ ദേവീക്ഷേത്രമുണ്ട് ഞങ്ങളുടെ വീടിനടുത്ത്. ശക്തിയുള്ള ദേവിയാ. ചോദിച്ച എന്തും തരും. ഇന്ന് വൈകുന്നേരം 108 വിളക്ക് വെച്ചൊരു പൂജയുണ്ട്. ആ പൂജയ്ക്ക് മാഡത്തെ ക്ഷണിക്കാൻ വന്നതാ. മാഡം വേണം മുന്നിൽ നിന്ന് നടത്താൻ. ഞാനോ? എന്തിന്? അവിടെ പൂജാരി ഒന്നുമില്ലേ? അതല്ല മാഡം, ഞങ്ങളുടെ കരയിലെ സ്ത്രീകൾ പങ്കെടുക്കുന്ന പൂജയാ. ഞങ്ങളുടെ നാട്ടിൽ ഹൈ പൊസിഷനിലിരിക്കുന്ന ഏക വ്യക്തി മാഡമാ. മാഡം പൂജയിൽ പങ്കെടുത്ത ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അതൊരു അഭിമാനമല്ലേ? സ്ത്രീ ശക്തി അത് കാണിക്കാലോ. ആൽത്തറ ദേവിക്കും അത് ഇഷ്ടപ്പെടും. മാഡം എന്താ ആലോചിച്ചിരിക്കുന്നേ? വരാന്ന് പറ മാഡം. ശരി, വരാം. താങ്ക്സ് മാഡം. 6 മണിക്ക് തന്നെ എത്തണേ. ശരി ശരി, വാ. എന്തു പറഞ്ഞു? മാഡം വരാന്ന് പറഞ്ഞു. എന്നാ ശരി ആകാശേ, വാ. ബാലമാമേ, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം. വിളക്ക് പൂജയ്ക്ക് പോയിട്ട് വാ മോളെ. അമ്മായി അമ്പലത്തിലേക്ക് വരുന്നില്ലേ? അമൃതേച്ചി അമ്മയോട് പറഞ്ഞിരുന്നു പറഞ്ഞു. സുമംഗലി പൂജയാ. അമൃത പറഞ്ഞെന്ന് വിചാരിച്ച് ഞാൻ കെട്ടിയൊരുങ്ങി പൂജയ്ക്ക് വരണോ? ഞാൻ ജീവിക്കുന്ന ജീവിതത്തിന് സുമംഗലി പൂജ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഭർത്താവ് ഇപ്പോഴും ജീവനോടിരിക്കുന്ന ശല്യമാണെന്ന് കരുതുന്നവർക്ക് എന്ത് സുമംഗലി പൂജ മോളെ? ബാലമാമേ, അങ്ങനൊന്നും പറയല്ലേ. പറയട്ടടി, അത് കേൾക്കാനല്ലേ നിനക്കിഷ്ടം? ഈ വീട്ടിലെന്ത് സംഭവിക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്. ചാരുമോളെ എന്ത് പറഞ്ഞെന്നാ? നിന്നോട് അമ്പലത്തിലേക്ക് വരുന്നില്ലേ എന്നല്ലേ ചോദിച്ചുള്ളൂ. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലാന്നു. അതിനു പകരം വായി തോന്നിയൊക്കെ പറഞ്ഞ നീയല്ലേ? നിന്റെ മനസ്സിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കും ദേഷ്യം ഉച്ചിയിലെത്തില്ലോ. വഴക്ക് വേണ്ട ബാലമാമേ. നീയും കേട്ടതല്ലേ ഇവിടെ പറഞ്ഞത്? അത് കേട്ടിട്ട് മിണ്ടായിരിക്കണം. ഞാൻ മിണ്ടാതിരിക്കണ്ട, എന്നെ അങ്ങ് കൊല്ല്. കൊല്ലല്ലേ പറഞ്ഞത്? അമ്മ എന്തായി കാണിക്കുന്നേ? എന്റെ മുന്നിൽ കാണരുത് നിന്നെ. ഇവൾക്ക് ഭ്രാന്താ മോളെ. നീ ഇതൊന്നും കാര്യാക്കണ്ട. ഇപ്പൊ എനിക്ക് ഇവിടെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് മനസ്സിൽ തോന്നുക. ബാലമാമേ, എന്തിനെങ്ങനെയൊക്കെ പറയുന്നേ? ദയവ് ചെയ്തൊന്നും മിണ്ടാതിരിക്കേ. ഇവിടെ നിന്ന് ഉപദേശിക്കാതെ അമ്പലത്തിലേക്ക് പോടി. ദേവി നിന്നെ നന്നായിട്ട് കാത്തോളും. അമ്മ ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല കേട്ടോ. അമ്മയ്ക്ക് വായടച്ചിരുന്നു. ചാരുമോളെ, നീ പോയിട്ട് വാ. നല്ലവരുടെ കൂടെ എന്നും ദേവി ഉണ്ടാവും. ആകാശിനെ വിളിച്ചോ. പൂജ കഴിഞ്ഞ് അവന്റെ കൂടെ തിരികെ വരാലോ. ശരി ബാലമാമേ.
ആ കഴുത്തിന് വല്ല കുഴപ്പമുണ്ടോ? നീ പോടാ. ആ കാക്കുത്തി, ആ അക്കുച്ചേട്ടാ, ആൽത്തറ ദേവീക്ഷേത്രത്തിൽ വിളക്ക് പൂജയുണ്ട്, അവിടേക്ക് പോവാ. അക്കുച്ചേട്ടാ അമ്പലത്തിലേക്ക് വന്നാ മതി, ഒരുമിച്ച് വീട്ടിലേക്ക് പോരാം. ഓക്കെ. ശ്രേയെ ക്ഷണിക്കാൻ അമൃതയെ ഓഫീസിലേക്ക് വിട്ടല്ലേ? അതെ, വിട്ടു. എന്തിനാ ചാരു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ആവശ്യമില്ലാത്തതല്ല അക്കുച്ചേട്ടാ, ശ്രേയ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരാനാ ഞാനിതൊക്കെ ചെയ്യുന്നത്. എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല ചാരു. ശ്രേയ അപകടകാരിയാ. അവൾക്ക് വേണ്ടി നല്ലത് ചെയ്താലും ഇഷ്ടപ്പെടില്ല. നീ സൂക്ഷിക്കണം. ശ്രേയക്ക് ഞാൻ ചെറിയൊരു പണി വെച്ചിട്ടുണ്ട്, അതിലവൾ ഫ്ലാറ്റ് ആവും. ബി കെയർഫുൾ. അതെനിക്ക് പറയാനുള്ളൂ. അത് ഞാൻ നോക്കിക്കോളാം. അമ്പലത്തിലേക്ക് വരണേ. ആ വരാം. ഓക്കെ അക്കുച്ചേട്ടാ. വന്നല്ലോ മരുമോൻ. ഞാൻ ഇത്തിരി നേരത്തെ ഇരുന്നു, ഒരു പെഗ്ഗു അടിച്ചു. നിനക്ക് അടിക്കാനുള്ളത് നീ കൊണ്ടുവന്നിട്ടില്ലേ? ഉണ്ട്. ആ, നിനക്ക് മരുന്ന് കുടിക്കുമ്പോ ടച്ചിങ്സ് ആയിട്ട് ദാണ്ടേ കപ്പ കക്കയിറച്ചി നല്ല സൂപ്പർ കോമ്പിനേഷനാ. എന്റെ മാമ, വിഷം കുടിക്കാൻ ടച്ചിങ്സ് വാങ്ങിച്ചു വെക്കുന്ന ലോകത്തെ ഒരേ ഒരാള് നിങ്ങളായിരിക്കും. എന്തിനും അതിൻ്റെതായ രീതി സ്റ്റൈലും ഒക്കെ ഉണ്ട്. എന്റെ ദേഷ്യത്തിനെ നിങ്ങൾക്ക് വിഷം തന്ന് കാലി താഴ്ത്താൻ തോന്നുന്നുണ്ട്. ഞാൻ ചാവുന്ന കാണാൻ അത്രയ്ക്ക് കൊതിയാണ് നിങ്ങൾക്ക്. മോൻ എന്താ ഈ പറയുന്നത്? എന്റെ മരണം ആഘോഷിക്കല്ലേ നിങ്ങള്? പൈന്റും കപ്പയും കക്കയും. മോനെ, എല്ലാം നിനക്ക് വേണ്ടിയാടാ. എടാ മോനെ, നിന്റെ കൈക്കകത്തിരിക്കുന്ന വിഷക്കുപ്പിക്കകത്ത് എന്താണെന്ന് എനിക്കറിയാം. പാലിൽ തേനൊഴിച്ച് കലക്കി കൊണ്ട് വന്നിരിക്കയല്ലേ? ഇതൊക്കെ മാഡത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള ഐഡിയ മാത്രമല്ലേ? സമയം കളയാതെ എടുത്തു കുടിക്കും. നീ വിഷം കുടിച്ചെന്നറിഞ്ഞ മാഡം നെഞ്ചത്തടിച്ച് കരഞ്ഞ് പിഴിഞ്ഞു ഓടി വരുന്നത് കാണാം. ഞാൻ കുടിക്കാം. അതിനു മുമ്പ് എന്റെ മരണം മൊഴിയൊന്ന് റെക്കോർഡ് ചെയ് ഈ ഫോണില്. തുറക്കടാ.